സോ തമിഴ് ബിഗ് ബോസ് സീസൺ 8ന്റെ കുറച്ച് അപ്ഡേറ്റ് അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളിലേക്ക് കിടക്കാം. എന്താണ് സീസൺ 8 നടക്കുന്നതെന്ന് പോലും അറിയത്തില്ല. കാരണം പി ആർ വർക്കിന്റെ ഒരു എന്താ പറയുന്ന ഇമ്പാക്റ്റ്, പി ആർ വർക്ക് മൂലം ഈ ഒരു സീസണെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എനിക്കത് കഴിഞ്ഞ ദിവസം മുതൽ ഞാൻ നോക്കിയതാണ്, ഒരു വീഡിയോ ആയിട്ട് ഇടണം. തമിഴ് ബിഗ് ബോസ് കാണുന്ന മലയാളി പ്രേക്ഷകരൊക്കെ കാണും. കാരണം നിങ്ങളും ഇത് അറിയണം, നമ്മുടെ മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ പി ആർ ടീമിന്റെയും സോഷ്യൽ മീഡിയയിൽ പല കണ്ടസ്റ്റൻസിനെയും ബുള്ളി ചെയ്തും ഹരാസ്മെന്റ് ചെയ്തും താഴ്ത്തി കിട്ടിയും റോങ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ നടത്തിയുമൊക്കെ അവരെ പ്രേക്ഷകർക്കിടയിൽ മോശക്കാരാക്കി വോട്ട് കുറയ്ക്കുന്ന ഒരു പരിപാടി മലയാളം ബിഗ് ബോസിൽ എല്ലാവരും കണ്ടിട്ടുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെ ചീപ്പായിട്ടാണ് തമിഴ് ബിഗ് ബോസ് സീസൺ 8 ഈ ഒരു സീസണിൽ കണ്ടുവരുന്നത്. മുൻ സീസണുകളിലൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ഈ സീസണിൽ വളരെ മോശമായിട്ടാണ് ഓരോ കണ്ടസ്റ്റൻസിന് നേരെയും അലിഗേഷൻസും ഓരോ കാര്യങ്ങളും നടത്തി, അതുപോലെ തന്നെ ഓരോ വീഡിയോ ക്ലിപ്പിംഗ്സും കാര്യങ്ങളും എടുത്തിട്ട് മോശമായിട്ട് ചിത്രീകരിച്ച് അവരെ പ്രേക്ഷകർക്കിടയിൽ വെറുപ്പ് സമ്പാദിച്ച് അവരൊക്കെ വോട്ട് കിട്ടാതെ വരുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പി ആർ വർക്ക് നടത്തുന്നവർ, പി ആർ ഏജൻസീസിന്റെ ഒരു എന്താ പറയുന്ന കണ്ടമാനമുള്ള അല്ലെങ്കിൽ ഒരു കടന്നാക്രമണം തന്നെയാണ് ഈ ഒരു സീസൺ 8 തമിഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ചോദിക്കാനും പറയാനും ഇതിന്റെ അണിയറ പ്രവർത്തകരോ ഇതിനെതിരെ ഒരു നടപടി എടുക്കാനൊന്നും അണിയറ പ്രവർത്തകരോ ഒന്നും നടക്കുന്നില്ല. കാരണം അവരുടെ ഒരു സീസണിനെ മുന്നോട്ട് കൊണ്ടുവരിക, നല്ലൊരു ഹൈപ്പ് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരിക, ഇതൊക്കെയാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും അവരനങ്ങാൻ പോകുന്നില്ല. പക്ഷെ പ്രേക്ഷകർ ഇതിനെ ഒന്ന് നോക്കിക്കണ്ട് വിലയിരുത്തിയൊക്കെ വോട്ടും കാര്യങ്ങളും ഒക്കെ ചെയ്യുക. അവിടെ ഒന്നും ചെയ്യാതെ ഒരു ഇൻപുട്ടും കൊടുക്കാതെ വെറുതെ ഇരുന്ന് ഈ ഒരു 11ാമത്തെ ആഴ്ച വരെ എത്തിയ കണ്ടസ്റ്റൻസ് സീസൺ 8ൽ നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത പല കണ്ടസ്റ്റൻസും പുറത്തു പോയിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ ഈ ഒരു സീസണിൽ നോക്കുമ്പോൾ 11 പേര് നോമിനേറ്റ് ആയിട്ടുണ്ട്. 11 പേരിൽ സൗന്ദര്യ റാണവൊക്കെ ടോപ്പ് ലിസ്റ്റ് നിൽക്കുകയാണ്. ഇവരെന്ത് കാണിച്ചിട്ടാണ് ഈ ടോപ്പ് ലിസ്റ്റിലേക്ക് വോട്ടിങ്ങിൽ വന്നിരിക്കുന്നതെന്ന് മാത്രം അറിയത്തില്ല. അൺഒഫീഷ്യൽ പോളിന്റെ കാര്യം കേട്ടോ പറയുന്നത്. ഒഫീഷ്യലിലും വലിയ വ്യത്യാസമൊന്നും കാണത്തില്ല. തമിഴ് ഓഡിയൻസ് എന്തുകൊണ്ട് എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ വോട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുമെന്ന് അറിയത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന പോസ്റ്റുകളും സംഭവങ്ങളും ഒക്കെ കണ്ട് ഓഡിയൻസ് പോലും ഇൻഫ്ലുവൻസ് ആയിട്ടാണ് ഇവർ നല്ലതായിരിക്കുക, ഇവർ കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയായിരിക്കാം, മറ്റുള്ളവർ മോശക്കാരെയൊക്കെ ആക്കി കാണിക്കുമ്പോൾ അവർ മോശമായിരിക്കാം എന്നൊക്കെ കരുതിയാണ് വോട്ട് ചെയ്യുന്നത്. ആദ്യമൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി, പിന്നെ വളരെ മോശമായ രീതിയിലേക്ക് കൊണ്ടുവന്ന് പി ആർ വർക്ക് ഉള്ളവർക്ക് മാത്രം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം മാത്രമായി പോയിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ്. പല സീസണുകൾ വെച്ച് നോക്കിയാലും പല ലാംഗ്വേജുകൾ വെച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പി ആർ ഉണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ള രീതിയിലേക്കാണ്. വിന്നറിനെ അവസാന സമയത്തേക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ടോപ്പ് 5 ലിസ്റ്റിലേക്കൊക്കെ പി ആർ വർക്ക് കൊണ്ട് മാത്രം കൊണ്ടുപോരേണ്ട ഒരു അവസ്ഥയാണ്. ഇപ്പൊ റാണമാണെന്നുണ്ടെങ്കിൽ സൗന്ദര്യം എടുത്തു പറയേണ്ട കാര്യമാണ്. ടോപ്പ് ലിസ്റ്റിലാണ്, അൺഒഫീഷ്യൽ വോട്ടിങ്ങിലൊക്കെ നിൽക്കുന്നത്, ഒന്നും ചെയ്യുന്നില്ല. റാണമാണെന്നുണ്ടെങ്കിൽ പരിക്കും പറ്റി സിമ്പതിയുടെ പേരിൽ സോഷ്യൽ മീഡിയ പോസ്റ്റൊക്കെ കണ്ടമാനം വിട്ട് അതിന്റെ പേരിൽ വോട്ട് കിട്ടി പിടിച്ചു നിൽക്കുന്നു. അതുപോലെ തന്നെ സൗന്ദര്യം ഇതുവരെയും 11 ആഴ്ചകളായി ഒന്നും ചെയ്തിട്ടില്ല, വോട്ടിങ്ങിന്റെ ഇതിൽ പിടിച്ചു നിൽക്കുന്നു. അതുപോലെ തന്നെ ദീപക്, മഞ്ജരി, അതുപോലെ തന്നെ ഇപ്പം മികച്ച രീതിയിൽ കുഴപ്പമില്ലാതെ ഫിസിക്കൽ ടാസ്കുകളിലേക്ക് വരുന്ന അൻഷിത, പവിത്ര, ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ ഏറ്റവും പിറകിലാണ് വോട്ടിംഗ് ലിസ്റ്റ് നോക്കിക്കഴിയുമ്പോൾ കിടക്കുന്നത്. അപ്പം കാണുന്ന പ്രേക്ഷകരും ഇതൊക്കെ ഒന്ന് നോക്കിക്കണ്ട് മനസ്സിലാക്കുക. പുറത്ത് നടക്കുന്ന ഈ പി ആർ ഏജൻസീസിന്റെയും പി ആർ വർക്കിന്റെയൊക്കെ ചതിക്കുഴിയിൽ പോയി വീഴാതെ അവരുടെ പോസ്റ്റുകളുടെയും അവർ സോഷ്യൽ മീഡിയ നടത്തുന്ന ചർച്ചകളുടെയിലും ഒക്കെ ഇൻഫ്ലുവൻസ് ആയി നിങ്ങൾ വോട്ട് ചെയ്യാതിരിക്കുക. നല്ല കണ്ടസ്റ്റൻസും മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നവരെയൊക്കെ വോട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരിക. സോ അപ്പം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്ന മലയാളികളൊക്കെ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി അങ്ങനെയുള്ളവർക്കൊക്കെ ഒന്ന് വോട്ട് ചെയ്യുക. കാരണം ഇവരുടെ ഈ ഒരു പാർഷ്യാലിറ്റിയും അതിനോടൊപ്പം തന്നെ പി ആർ വർക്കൊക്കെ ചെയ്ത് ഒന്നും ചെയ്യാത്ത കുറച്ച് കണ്ടസ്റ്റൻസിനെയൊക്കെ കയറ്റിക്കൊണ്ട് വരുമ്പോൾ ബാക്കിയുള്ള ഓഡിയൻസും അതുപോലെ തന്നെ അവിടെ കഷ്ടപ്പെട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടസ്റ്റൻസും ഒക്കെ എന്താണ് അതിന് അർത്ഥമുള്ളത്? ഒന്നും ചെയ്യാതെ ഫിനാലയിലും അതുപോലെ തന്നെ സീസണിന്റെ ഒരു കപ്പ് എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മലയാളത്തിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു ഫിനാലയിലൊക്കെ വരും. അതിനുശേഷം അവർക്ക് അത് കൊണ്ട് വലിയ എഫക്റ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല. ബാക്കിയൊക്കെ പ്രേക്ഷകർ തന്നെ തീരുമാനിക്കും. മികച്ച പെർഫോമൻസ് മികച്ച രീതിയിൽ നിന്നവർ തന്നെയാണ് വിജയിക്കാൻ പോകുന്നത്. എന്നാൽ ഇവിടെ തീർത്തും വേറൊരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സീസൺ 8 വളരെ മോശമായ രീതിയിൽ സോഷ്യൽ മീഡിയകളിലും അതുപോലെ തന്നെ പല വെബ്സൈറ്റുകളിലും ആണെന്നുണ്ടെങ്കിൽ പോലും പി ആർ ടീം വന്നിട്ട് പല രീതിയിലും പല കണ്ടസ്റ്റൻസിനെ പറ്റി മോശമായ രീതിയിൽ അലിഗേഷൻസ് ഉണ്ടാക്കി
അതുപോലെ തന്നെ ഈ സീസണിലെ പല വീഡിയോകളൊക്കെ തെറ്റായ രീതിയിൽ കാണിച്ച് ഓഡിയൻസിനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇൻഫ്ലുവൻസ് ചെയ്ത് അവരിൽ നിന്നൊക്കെ വോട്ട് മറ്റ് കണ്ടസ്റ്റൻസിലേക്ക് മറിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. PR ടീം നല്ല രീതിയിൽ വോട്ട് ചെയ്ത് ഒന്നും ചെയ്യാതിരിക്കുന്ന കണ്ടസ്റ്റൻസിനെ മുന്നിലേക്ക് കയറ്റിക്കൊണ്ട് വരുന്നു. അതുപോലെ തന്നെ ഓഡിയൻസിന്റെ ഇടയിലേക്ക് മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള പല കണ്ടന്റുകളും ഇറക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ എന്താണ് നടക്കുന്നതെന്ന് അറിയത്തില്ല. എന്തെങ്കിലും ഇത് എങ്ങനെ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനലി ഇതിനൊക്കെ നല്ല രീതിയിൽ മുൻപോട്ട് പോകുമെന്ന് തന്നെ നമുക്ക് കരുതാം. അപ്പൊ കാണുന്നവരൊക്കെ ഇത് ശ്രദ്ധിക്കുക. മലയാളം ബിഗ് ബോസ് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഇതൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ കാണുന്നത് പോലെയല്ല സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല കാര്യങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിച്ച് നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാതിരിക്കുക. അതിന്റെ സത്യസന്ധമായ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്ന കണ്ടസ്റ്റന്റിന് വോട്ട് ചെയ്തവരുടെ നിലനിർത്തുക. വെറുതെ വന്ന് ഉണ്ടുറങ്ങി കുറച്ച് കാശ് മുടക്കി PR വർക്ക് കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു സീസണിൽ അവരെ നിലനിർത്താതിരിക്കുക. കുറെയൊക്കെ അങ്ങനെ പോവും, എന്നാൽ പോലും ഒരു പരിധി വരെ കഴിഞ്ഞ് അവരെ ഒന്നും അങ്ങനെ നിലനിർത്തിപ്പിക്കാതിരിക്കുക. നമ്മൾ ബിഗ് ബോസ് കാണുന്നവരൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. വോട്ട് ചെയ്യുന്നവരൊക്കെ വോട്ട് ചെയ്യുക. ആരാണ് മികച്ച രീതിയിൽ നിൽക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നവരൊക്കെ പുറകിലുണ്ടെന്നുണ്ടെങ്കിൽ അവരെ വോട്ട് ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുവരിക. വെറുതെ ഒന്നും ചെയ്യാതെ PR വർക്കും ചെയ്ത് നിൽക്കുന്നവരെയൊക്കെ കയറ്റിക്കൊണ്ടുവരാതെ. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.